എൻ്റെ വീട് നന്ദനം സിനിമയിൽ 3 വയസ്സത്തികളില്ലേ, അങ്ങ് ഇവനാ ഞാൻ 3 വയസ്സത്തികളുണ്ട് നന്ദനം സിനിമയിൽ. അതിലുള്ള 3 വയസ്സത്തികളെ അവസ്ഥയാട്ടോ എൻ്റെ വീട്ടിലിവിടെ. മോനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ, മോനോട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൾക്ക് വിളിക്കും മോളെ, മോളോട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൾക്ക് വിളിക്കും സഞ്ജുവോ. എന്നിട്ട് ഇവിടെ അതാണ് അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു വന്ന മാറ്റർ വിട്ടുപോയി. ദേ അരുണേട്ടാ ഇങ്ങോട്ട് നോക്കേട്ടാ, ഏട്ടനാടാ കുപ്പിവള കിണിക്കുകയാണ്, പെറുക്കുകയാണ്. ആ പാട്ടിന് എങ്ങനെ കോപ്പിറൈറ്റ് കിട്ടത്തില്ല ചേട്ടാ. ഞാൻ എന്റെ താത്തല്ല, ഞാൻ എന്റെ തള്ളയാ, കേട്ടുകോ. തള്ളയായാലും തന്തയായാലും കാര്യമില്ല പറഞ്ഞു. രാത്രി ചോളും ഇവൻ അണിഞ്ഞ എന്നെ താത്തേന്നാ വിളിക്കുക. താത്ത നല്ല വിളിച്ച് താത്തോന്നാ വിളിച്ചേ. ഇപ്പൊ രാത്രി ചൂളം വിളിക്കരുത്. ഇനിയിപ്പൊ താത്ത രാത്രി ചൂള വിളിക്കരുത്. ആ വീഡിയോ കേട്ടു നോക്കേ. താത്ത നല്ല വിളിച്ചേ, താത്തേന്നാ വിളിച്ചേ. ചെവിടൊന്ന് പോയി കാണിച്ചാൽ കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്താലേ. ഇവൻ അനങ്ങിയ എന്നെ താത്തോന്ന് ഇന്നാളോന്ന് ഇങ്ങോട്ട് കിട്ടിയില്ലാന്നായി പോയിക്ക്. താത്തോ 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 എന്ന് വിളിച്ചിട്ട് എൻ്റെ വയ്യേക്ക് നടക്കുക. ഒന്നുമില്ല, ഞാൻ അവനെ പെറ്റതല്ലേ, അല്ല എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയുള്ള കുട്ടിയല്ലേ എന്നൊക്കെ പറയാം. ഇവിടെ ബൈ ദ ബൈ പോയിന്റ് ഒന്ന് വിട്ടുപോയി. ഞാൻ ഇവനെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവനിന്ന് രാവിലെ അവൽ സുബൈക്ക് എന്ന് പറയുന്നത് നട്ടാം പുലർച്ചക്ക് ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. എന്തിനാ വിട്ട്? അല്ല രാവിലെ. രാവിലെയാ? ആ രാവിലെ. 6 മണിക്ക് രാവിലെയാണോ? അന്ന് വെച്ചാല് എന്റെ നട്ടാം 10 മണിക്ക്. നീ ഈ രാവിലെ തന്നെ എന്താ ഇന്ന് എന്റെ പരിപാടി? അതൊന്ന് പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിട്ട് കാണിക്കാണ്. പറഞ്ഞു കൊടുക്ക്. ഞാനിന്ന് KSRTC വണ്ടി ആടെ വെച്ചതാന്നല്ല. വണ്ടി ഹരേ രാമ ഹരേ കൃഷ്ണ. അതെ, പ്രിയ ചേച്ചിന്റെ കഥ പറഞ്ഞു കൊടുക്ക. അതാ ഞാൻ പറയാണ്ട് വെച്ചല്ല, അത് പറഞ്ഞി. ഞാനുണ്ടല്ലോ ഇന്നൊരു ലൈവിൻ്റെ അകത്ത് പറഞ്ഞു മകന്റെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഞാനിപ്പോ ജെസിമോളെ പറ്റി ഞാൻ എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുക്കുമ്പോ ഓൾ അതിനെന്താക്കൂ, അതോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിന്റെ തയ്യാറെടുക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു അടി ഉണ്ടാവില്ല, ഒരു ഉഷാറുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു രാവിലെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയാൻ ഒരു മൂടൊന്നും ഇല്ലാണ്ടെന്ന് അതുകൊണ്ടായിരുന്നു. അപ്പോൾ പണി കിട്ടുമ്പോൾ മറിഞ്ഞാൽ പോലെ വെറുതെ എമ്പോഴത് എറിഞ്ഞിട്ട് പോലെ അതെന്താ എന്താ എന്താ ചിന്തിച്ച് അതിനുള്ള വൈദ്യുതി മാറാനുള്ള വഴി ഒരു കണ്ടെത്തും. അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഇതങ്ങനെ ഒന്നും വൈദ്യുതി മാറാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്നുമല്ല. പിന്നെ വേറൊരു രസം, ചേച്ചി തംബ്ലൈനൊക്കെ ഡിലീറ്റ് ചെയ്തു കേട്ടോ ഗൈസ്. ഒരുപാട് തംബ്ലൈൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടത് എൻ്റെ ഇവൻ്റെ ഒന്നിനും കാണില്ല. ഞാൻ ഇതൊന്നും വാച്ച് ചെയ്യാൻ പോകില്ല കേട്ടോ. ഇവൻ ഇന്നലെ ഇവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്നറിയോ? ഇന്നലെ 12-1 മണിക്ക് എങ്ങാണ്ടും വന്നിട്ട് ഈ പ്രിയട്ട വീഡിയോ എപ്പോഴും വന്ന് അവിടെ ഇപ്പൊ എവിടെയും വന്ന് എനിക്കറിയൂല. എന്തായാലും ഇവിടെ 3 മണി 4 മണിക്ക് വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം പ്രിയന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇവന് ഉറങ്ങുള്ളൂ. അങ്ങനെ ഒരു എന്റെ ഗായ്സ് ഗൈസ് ഞാൻ മൊത്തമായിട്ട് കാണിക്കുന്നില്ലേ. 1 തരം 2 തരം 3 തരം ഇഷ്ടം പോലെ എന്തിനാ വെച്ചാൽ ഇതാണ് ആക്സിഡന്റ് ആയത്. ഇന്നൊരു ബൈക്കും കാറും കൂടി ആക്സിഡന്റ് ആയതാ. കാറ് റോങ് വന്നതാ. അത് കാണൂല, അത് ഇതായതുകൊണ്ടാ. എനിക്ക് അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു. എൻ്റെ ഫോൺ അങ്ങോട്ട് 1-1 ഞാൻ നടത്തി. 1-1 ഓന് ടിപ്പോയിലെത്തി. ഡിപ്പോ ഞാൻ ടിപ്പോ എന്നാ ഡിപ്പോയിലെത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് അവന് പറയുന്നില്ല, പറയാൻ അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. ഏതായാലും ചേച്ചി കുറച്ച് തംബ്ലൈനൊക്കെ ഡിലീറ്റ് ചെയ്ത് കിട്ടും. എനിക്കൊരു രസം കാണിച്ചു തരാനാണ്. സൂര്യകാന്തി പാടാണ് പോലും. ഒരു നല്ലൊരു ഫോൺ വാങ്ങിക്കൂടെ ഒക്കെ.
മനസ്സിലായി. പോയി മങ്ങിപ്പോയോ? അത് മങ്ങിപ്പോയതല്ല, ഈ സൂര്യകാന്തി പാടം നോക്ക്. കാണുന്ന പോലില്ല. അല്ല ഇത്രയും എന്താ പറയാ ഒരു നാളെ ചിലപ്പോൾ ഫോണൊക്കെ വാങ്ങിക്കൊണ്ടിരും. അല്ല ഇത്രയും ഒരു പാർട്ടി പ്രവർത്തകയായിട്ട് ഒരു നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോണില്ല എന്നാ മോശല്ലേ? ശരിക്കും ഭയങ്കര മോശ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളിലെ ഇവനെ എനിക്ക് വല്ലപ്പോഴും അന്ന് കാണാൻ കിട്ടുന്നത്, വല്ലപ്പോഴും കാണാൻ കിട്ടുന്നത് എങ്ങനെയാണ്? നാളെ പിന്നും കാണും. എൻ്റെ ഫോണിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ജെസിമോളേന്ന് വിളിച്ച് വരുന്നതാണ് ഈ കള്ള ഹിമാറ്. മെനിയാന്ന് കാറ് കൊണ്ടുപോകുമ്പം ഇവിടെ ഒരു ഡീല് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 500 രൂപക്ക് പെട്രോൾ അടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നീ 500 രൂപക്ക് പെട്രോൾ അടിക്കണ്ട, 500 രൂപ താന്ന് പറഞ്ഞു. പിന്നെ 500 രൂപ ഇവിടെ ഉണ്ടാകുകഴിഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ് 300 രൂപ മേലാക്കി. 300 രൂപ ഇവിടെ തന്നിട്ട് ഇവൻ കാറ് കൊണ്ടുപോയി. ഞാൻ കൊടുക്കുന്ന സമയത്ത് 2 കട്ട ഉണ്ടായിരുന്നേ. ഞാൻ വണ്ടി ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് 2 കട്ട പെട്രോൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിന്റെ ബ്ലിങ്ക് ചെയ്യുന്ന ഇവിടെ വെച്ച 300 രൂപ എടുത്ത് പോവുകയും ചെയ്തു. 100 എടുത്ത് ഞാൻ വന്നിട്ട് ആരോടും പറയണ്ട. 200 ആളെ അന്ന് എടുത്ത് വിചാരിക്കില്ലല്ലോ വിചാരിച്ചിട്ട് 100 കൊണ്ടാന്ന് അതും പോയി. ഇനിയിപ്പോൾ നാളെ ഞാൻ അയച്ചു തരണം. എൻ്റെ പൊന്നാര മക്കളെ, സർക്കാർ ജോലി ആർക്കെങ്കിലും ഉണ്ടേ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ കൂലിപ്പണിക്ക് പോയിക്കോളൂ. ഇതിനെ തീറ്റിപ്പോറ്റാൻ എന്നെ കൊണ്ടാകുന്നില്ല. ദിവസം 200 രൂപ പെട്രോള്. പിന്നെ വിളിക്കൂ, യശുമോളെ ഞാനൊന്നും കഴിച്ചില്ലട്ടോ, ശമ്പളല്ലേ. എന്നാ ശമ്പളം കിട്ടിയാലോ അപ്പം പോവും മൊബൈൽ എടുക്കാൻ, കാർ എടുക്കാൻ, ചെക്കന്മാരെ കല്യാണം. എനിക്ക് ഒരു 5 പൈസ ഇവന് സാലറി കിട്ടിയിട്ട് അങ്ങനെയൊക്കെയല്ലേ ഒരു 500 രൂപ എടുത്തിട്ട് ഇനി എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരിക. എന്തുകൊണ്ട് ഇനി തന്നില്ല? അച്ഛൻ പെറ്റ് കിടന്നു. ഇവിടെ ലൈവില് വന്നിട്ട് എല്ലാരും ഗോൾഡ് സ്വർണ്ണാണോന്ന് ചോദിക്കുമ്പോ ഞാൻ പറയുന്നത് നല്ല തിരുവൂർപ്പൊന്നാണ്. 70 അല്ല 80 ആവാറായി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്നിട്ട് നമ്മുടെ ചേച്ചിനെ കുറിച്ച് നടക്കുത്തിരി ഒന്ന് ഗൈസ്, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാലും മാന്താൻ വരും, കൃഷ്ണനെ വരച്ചിട്ട് പൈസ കിട്ടിയാലും മാന്താൻ വരും. അല്ലാതെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ചെറിയൊരു ബിസിനസ്, ഞങ്ങൾ പാർട്ട്ണർമാരെ എന്ന് പറയാനേ പറ്റുള്ളൂ. അതിന്ന് എൻ്റെ അക്കൗണ്ടിൽ കാട്ടോ അതിൻ്റെ മാസം ഇൻകം വരിക, അതൊന്നും വലിക്കാൻ വരും. ഉളുപ്പും മാനും ഇല്ലേടേ. പ്രിയേ, നീ ഇതിന് പ്രതികരിക്കണം പ്രിയേ. തൊഴിലുറപ്പിന് വിടണമെന്ന് പറയും. എൻ്റെ ഭാഗത്ത് ഞാനുണ്ട്. അപ്പം ഇവനും മോനും കൂടിയും പ്രിയക്ക് നല്ലൊരു ഉരുണ്ട ലഡു, റെഡ് കളറോ യെല്ലോ കളറോ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പറയുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ച് നിർത്തിയത്. പക്ഷെ പറയൂലെന്നൊന്ന് വാശി, അത് കിട്ടുമ്പം അറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് തുറക്കം വന്നപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചിരിക്കും. കാരണം അവർ അതിൻ്റെ പ്രിപ്പയർ എടുത്തു കഴിഞ്ഞാൽ പ്രിക്കോഷൻ എന്ത് സാധനം തന്നെ പ്രിക്കോഷൻ. അപ്പോൾ ഓനത് ഗൂഗിള് തപ്പുന്ന പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞ് ഞാൻ നല്ല പ്രിക്കോഷൻ ആണെന്ന്. തപ്പ്. എൻ്റെ മോന് ഡിക്ഷണറി കൊണ്ട് ജീവിക്കുന്ന ഒരുത്തനാണ്. ഓൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വാക്ക് പറയുമ്പോഴേക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞു വരും. തപ്പ് 100 രൂപയ്ക്ക് പറ്റി. ഞാൻ പറ്റി വെക്കട്ടടാ. എനിക്ക് ഇത്രയും നേരം കമ്പനിക്കാരന്റെ പീടിയെ പോയി കുത്തിരിക്കാനോ ആക്സിഡന്റ് നോക്കി പ്രിക്കോഷൻ അല്ലേ? എന്റെ അറിവില് ഓം കാളി, ഭദ്രകാളി, തക്കാളി. ഇവിടെ ഒരു മറ്റേ പക്ഷീനെ അടിക്കുന്നുണ്ട് എനിക്ക്. എന്താ അതിന്റെ പേര്? ഫിനിക്സ് പക്ഷി, ഫിനിക്സ് ബാറ്റ്. പൈസ എത്ര അടിക്കണം? പൈസ എന്താ ഞാൻ ഇല്ലേ? നാളെ തന്നെ പോട്. ഫോൺ എടുത്താൽ മതി. എൻ്റെ കറുത്ത ATM ഒന്നെടുത്ത് കൈ പിടിക്കണേ. ചിലപ്പോൾ അതിന് പൈസ വരും.
ആ തള്ളച്ചി പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാ? തള്ളച്ചി കുറച്ച് സ്റ്റൈലായി പറയുന്നത്. ആ പ്രകാശ് എന്ന് പറയുന്നത് അതന്നെ. എന്റെ മോനെ 9ാം ക്ലാസ് കാര്യാണെങ്കിൽ പോളും. നീ എത്ര വരെ പോയിക്ക്? ഞാൻ പ്ലസ് 2 വരെ പോയി. എന്നിട്ട് എന്തേ പ്രിക്കോഷൻ എന്ന് പറയാൻ അറിയാത്ത? എനിക്കറിയാലോ. പലരുടെയും പിന്നെ പഠനം ഇവിടെ വിളിച്ചത് ചാടി. എടോ ഇവന്റെ അത്ര വിദ്യാഭ്യാസമുള്ള ഒരാള് കൂമുള്ളി പഞ്ചായത്തിലില്ല കേട്ടോ. 1ാം ക്ലാസ്സിൽ 2 കൊല്ലം, 2ാം ക്ലാസ്സിൽ 2 കൊല്ലം, 3ാം ക്ലാസ്സിൽ 4 കൊല്ലം. പിന്നെ ഇവിടെ വാപ്പ ഒരുമിച്ച് പഠിച്ചപ്പോൾ ഞാൻ എല്ലാം കൂടി കൂട്ടിയാല് ഓനൊരു 10-25 കൊല്ലം സ്കൂളിൽ മാത്രം പോയിട്ടുണ്ട്. അപ്പൊ ഇവനിലേക്ക് ഞാൻ പോയിക്ക് എന്നെക്കാട്ടി വിവര വിദ്യാഭ്യാസം എനിക്കാണല്ലേ. കള്ളഹിമാർ. ഞാൻ വലിയ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എനിക്ക് രാവിലെ 4 ഓൻ ഇത്രയും നേരം രാവിലെ ഇവിടുന്ന് ഇറങ്ങിയേക്ക് പ്രിയന്റെ കഥയും പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി ഞാൻ വിളിക്കുമ്പോ ഒക്കെ പറയൂ ഞാൻ തൊട്ടിൽപ്പാലം ഡിപ്പോലുള്ളത്. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി പോയെന്ന്. ഇനി രാവിലെ പ്രിയന്റെ കാര്യവും പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയ വീട്ടിൽ. പ്രിയന്റെ കാര്യവും പറഞ്ഞ് പോകുമ്പോ അതിനാ പോയത് എന്നുള്ളത് മനസ്സിലാവൂലേ? മോണ്ണ മജീദ്. അങ്ങനെ സമയം 10:11 മണിയാവാനായി. ഇത് 11 മണി. അതല്ല, സമയം എത്ര തന്നെയായി? 12ഉം 10ഉം 10ആയി. 11 മണി. KSRTC കയറിയതിനു ശേഷം 24 hours ആട്ടോ. അല്ല, ഇത് ആടുന്ന് കിട്ടുമ്പോ അങ്ങനെ തന്നെയാ. ഞാൻ അങ്ങനെ തന്നെ ആക്കി വെച്ചാ. KSRTC 24 hours പറയാ. എങ്ങനെയാ പറയാ? 13 മണി, 12 മണി, 13, 14 മണി, 15 മണി, 16 മണി, 16 തന്നെ 4 മണി കേട്ടോ. റെയിൽവേ ടൈം. 24 hours. മറ്റേത് 12 അല്ലേ ഉള്ളൂ. അടുത്ത പൊട്ടൻ മൊണ്ണ നീ. അപ്പൊ ഗൈസ് ഞാൻ കിടക്കാൻ പോവാ. 90 ഞാൻ പോവാ. ഞാൻ കിടക്കട്ടെ. ഉറക്കം മതി. രാവിലെ പോകണ്ടോ. ഓന് വീഡിയോ എടുക്കണമ്പോഴേക്ക് ഓന് ഉറക്കം വരും. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന ദിവസം മാത്രം ജെസി മോളെ ഉണ്ണേട്ട പന്നേന്നും പറഞ്ഞ് ഞാൻ വരും. അപ്പം അങ്ങനെയാണ്. പ്രിയൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പറയാനൊന്നും താല്പര്യമില്ല എന്നൊന്നും പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. കണ്ടും കേട്ടും അറിയാം. ഓക്കെ, ബൈ ഫ്രം ജസ്റ്റിൻ സലീം.